नमस्ते। आज की कक्षा में सबको स्वागत। हमने पिछली कक्षाओं में धर्मवीर भारती की कनुप्रिया नामक खंडकाव्य के दूसरा खंड के बारे में पढ़ा। पहला खंड पूर्वराग, दूसरा खंड मंजरी परिणय। ये मंजरी परिणय में दो गीत समाप्त हो गया। अगला तीसरा गीत है। तीसरा गीत का नाम है तुम मेरे कौन हो। यहाँ इस गीत में राधा कनु के साथ अपने संबंध का विश्लेषण करती है। राधा കൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്। कृष्ण और राधा के संबंध के बारे में पुराने ज़माने से लेकर कई प्रश्न उठाए गए हैं। किसी को राधा कृष्ण के संबंध का सही उत्तर नहीं मिला है। ഇവിടെ പഴയ കാലം തൊട്ട് തന്നെ രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ആർക്കും രാധയും കൃഷ്ണനുമായിട്ടുള്ള ആ ബന്ധം എന്താണെന്നുള്ളതിൻ്റെ ശരിയായ ഉത്തരം പറയാനായിട്ട് കിട്ടിയിട്ടില്ല, ഉത്തരവർക്ക് കിട്ടിയിട്ടില്ല. यहाँ राधा की भिन्न भिन्न अनुभूतियों के द्वारा इस प्रश्न का उत्तर ढूंढने का प्रयास यहाँ कवि किया है. ഇവിടെ രാധയുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ മുഖേന ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മുടെ കവി ഇവിടെ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൃഷ്ണൻ എന്ന് പറയുന്നത് രാധയുടെ ആത്മമിത്രമായിട്ട് പറയുന്നുണ്ട്. കളിക്കൂട്ടുകാരനാണ്, അതുപോലെ തന്നെ രക്ഷകനാണ്, ആരാധ്യദേവനാണ്, ബന്ധുവാണ്, സഹോദരനാണ്. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് കൃഷ്ണനെ കാണാനായിട്ട് സാധിക്കും. യഹാ പ്രശ്ന യഹേ കി തും മേരെ കോൻ ഹോ, നീ എൻ്റെ ആരാണ് എന്നുള്ളതാണ് അവിടെ ചോദ്യം. ആ ചോദ്യത്തിനെതിരായിട്ട് ശരിയായ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. നമുക്ക് കവിത നോക്കാം. तुम मेरे कौन हो, तुम मेरे कौन हो, तुम मेरे हो कौन कनु, मैं तो आज तक नहीं जान पाई. बार बार मुझसे मेरे मन ने आग्रह से विस्मय से तन्मयता से पूछा है, ये कनु तेरा कौन है पूछ तो. तुम मेरे हो कौन कनु, राधा कृष्ण से पूछती है, हे कनु तुम मेरे कौन हो. അല്ലയോ കൃഷ്ണ, നീ എൻ്റെ ആരാണ്. മേം तो आज तक नहीं जान पाई, മേം अभी तक मुझे इसका उत्तर नहीं मिला. तुम मेरे कौन हो എന്നുള്ള ആ ചോദ്യത്തിന് ഇതുവരെയായിട്ടും ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. മേം ആജ് തക് നഹീം സമച്ച, ഇതുവരെ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ബാർ ബാർ മുജ്സെ മേരെ മൻ ने आग्रह से विस्मय से तन्मयता से पूछा है, ये कनु तेरा कौन है पूछ तो. पूछना എന്ന് പറഞ്ഞാൽ समझना चाहिए, മനസ്സിലാക്കുക. पूछना എന്ന് പറഞ്ഞാൽ समझना എന്നുള്ള അർത്ഥം. ആഗ്രഹസെ എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി, തൽപരദാസെ. വിസ്മയസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യസെ, വിസ്മയം. തന്മയദാസെ എന്ന് പറഞ്ഞാൽ ഏകാഗ്രദാസെ. മുജ്സെ മേരെ മൻ ने ബാർ ബാർ പൂച്ചാ ഹേ, എന്നോട് തന്നെ എൻ്റെ മനസ്സ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? യേ കനു തേരാ കോൻ ഹേ, യേ കൃഷ്ണ തേരാ കോൻ ഹേ. ഈ കനു എന്ന് പറയുന്നത്, കൃഷ്ണൻ എന്ന് പറയുന്നതിൻ്റെ ആരാണെന്നുള്ളത് എൻ്റെ മനസ്സ് എന്നോട് തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മേരെ മന്നെ മുജ്സെ അനേക ബാർ പൂച്ചാ ഹേ, കിസ് പ്രകാർ, ബഹുത് തൽപരതാ സെ, ബഹുത് ആഗ്രഹ സെ, ബഹുത് വിസ്മയ സെ, തന്മയതാ സെ, ഏകാഗ്രത കെ സാത്ത് മുझे പൂച്ചാ ഹേ, മുജ്സെ പൂച്ചാ ഹേ. എന്നോട് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ മനസ്സ് എന്നോട് ചോദിച്ച ചോദ്യമാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? യേ കനു കനു തെരാ കോൻ ഹേ, ഈ കൃഷ്ണൻ നിൻ്റെ ആരാണ്.
മുझേ യേ സമझना चाहिए. ഹേ കനു മുझേ യേ സമझना चाहिए. അല്ലയോ കണ്ണ, എനിക്കത് മനസ്സിലാക്കി തരണം എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി തരണം. बार बार मुझसे मेरी सखियों ने व्यंग्य से कटाक्ष से कुटिल संगीत से पूछा है, कनु तेरा कौन है री, बोलती क्यों नहीं. ആദ്യം എൻ്റെ മനസ്സ് എന്നോട് ചോദിച്ചു ആരാണെന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് മേരി സഖിയോംനെ, മേരി സഹേലിയോംനെ, എൻ്റെ കൂട്ടുകാരികൾ. മുജ്സേ ബാർ ബാർ പൂച്ച, എന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചു. എന്താണ് ചോദിച്ചത്? കനു തേരാ കോൻ ഹേ, ബോൾത്തി ക്യോം നഹി, കണ്ണൻ നിൻ്റെ ആരാണ്, നീ എന്തൊന്നും പറയാത്തത്. എങ്ങനെയാണ് ചോദിച്ചത്? വ്യംഗ്യസേ കടാക്ഷസേ കുടിൽ സംഗീതസേ പൂച്ചാഹി. കുടിൽ സംഗീതം എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ട്, വ്യംഗ്യം എന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട്, കടാക്ഷസേ എന്ന് പറഞ്ഞാൽ പറയുക നോട്ടത്തോടുകൂടി, അതായത് ശരിയായ രീതിയിലല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നോട്ടം. അപ്പോൾ ഇവിടെ മേരി സഖിയോം നേബി, മേരി സഹേലിയോം നേബി മുझसे अनेक बार पूछा है, ये कनु तेरा कौन है. उसका उत्तर नहीं मिला. അതിനുള്ള ഉത്തരം അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. बार बार मुझसे मेरे गुरुजनों ने कठोरता से अप्रसन्नता से रोष से पूछा है, ये कान आखिर तेरा है कौन. ഈ വീണ്ടും പറയണേ, മേരെ ഗുരുജനോംനെ ബി മുझसे पूछा, എൻ്റെ ഗുരുജനങ്ങൾ എന്നോട് ചോദിച്ചു. राधा और कृष्ण के संबंध, राधा और कृष्ण का आकर्षण गुरुजनों के सामने भी, उसके बीच भी चर्चा का विषय हो गया था. അപ്പം ഗുരുക്കന്മാരുടെ മുന്നിലും ഈ ഒരു ചോദ്യം, രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള ഒരു ചോദ്യം അവിടെയും വന്നിട്ടുണ്ടെന്നുള്ളത്. രാധ और कृष्ण का आकर्षण ഗുരുജനം കെ ബീച്ച് ബി ചർച്ച കാ കാരൻ താ. അവരുടെ ഇടയിലും ചർച്ചയുണ്ടായിരുന്നു, രാധ ആരാണ്, കൃഷ്ണൻ്റെ ആരാണ്, കൃഷ്ണൻ ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. കഠോരദാസെ അപ്രസന്നദാസെ രോഷസെ പൂച്ചാഹേ. കഠോരത എന്ന് പറഞ്ഞാൽ കഠോർ സ്വർമേ, അപ്രസന്നത എന്ന് പറഞ്ഞാൽ സന്തോഷമില്ലാതെ, അസന്തുഷ്ടദാസെ, രോഷസെ ദേഷ്യത്തോടു കൂടി, ये कान आखिर तेरा है कौन, ये कनु तेरा कौन है. ഇപ്പോൾ ഗുരുജനങ്ങളും ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്. എന്താണ്? കനു യാ തും മേരെ കോൻ ഹോ, കണ്ണൻ്റെ കൃഷ്ണൻ്റെ ആരാണെന്നുള്ള ചോദ്യം ഒരുപാട് കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം എൻ്റെ മനസ്സ് ആദ്യം പറഞ്ഞു, മേരെ മന്നെ മുझसे पूछा, मेरी सखियों ने मुझसे पूछा, मेरे गुरुजनों ने मुझसे पूछा, ये प्रश्न एक ही है, ചോദ്യം ഒന്ന് തന്നെയാണ്. തും കോൻ ഹോ, മേരെ കോൻ ഹോ, യേ കാൻ തെരാ കോൻ ഹേ, ഈ കണ്ണൻ നിൻ്റെ ആരാണെന്നുള്ള ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. मैम तो आज तक कुछ नहीं बता पाई, तुम मेरे सचमुच कौन हो कनु. यहाँ राधा कृष्ण से कनु से पूछती है, मैम तो आज तक कुछ नहीं बता पाई, मेरे सचमुच कौन हो कनु. तुम ही बताओ सचमुच मेरे കോൻ ഹോ കനു. ചോദിക്കുകയാണ്, എൻ്റെ ആരാണ് കണ്ണാ നീ തന്നെ പറയേ. തുമീം ബത്താവോ, നീ തന്നെ പറയേ. സച്മുച്ച് മേരെ തും മേരെ കോൻ ഹോ, വാസ്തവത്തിൽ നീ എൻ്റെ ആരാണ്. ഇൻ സഭി പ്രശ്നവും കെ ലിയേ ഉത്തർ നഹീം ബത്തായ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നതിനായിട്ട് അഭി തക് നഹീം ബത്തായ, ആജ് തക് നഹീം ബത്തായ, ആജ് തക് ഇസ് പ്രശ്നോ കാ ഉത്തർ നഹീം ബത്തായ, ഉസ്കാ ഉത്തർ ക്യാ ഹി, അതിൻ്റെ ഉത്തരം എന്താണ്, ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്താന്ന് തുമീം ബത്താവോ കി ഉസ്കാ ഉത്തർ ക്യാ ഹി, നീ തന്നെ പറയേ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന്. अक्सर जब तुमने माला गूंदने के लिए कंटीले झाड़ों में चढ़ चढ़ कर मेरे लिए श्वेत रत्नारे करौंदे तोड़कर मेरे आंचल में डाल दिए हैं, तो मैंने अत्यंत सहज प्रीति से गर्दन झटकाकर वेणी झुलाते हुए कहा है, कनु ही मेरा एकमात्र अंतरंग सखा है. വീണ്ടും പറയണേ, അക്സർ ജബ് തുമ്നെ മാല ഗൂന്ദനെ കെ ലിയേ. ഇവിടെ വിരഹിണി രാധ കനു കെ സാത്ത് ഗേലി
खेली गई प्रेम लीलाओं की याद करती है। और कनु के साथ राधा का संबंध, उसका संबंध, वह उसका अर्थ वह खोजती है। कनु के साथ उसका संबंध क्या है, इसके बारे में वह खोजती है। अक्सर जब तुमने माला गूंदने के लिए, माला गूंदना തന്നെ മാല കോർക്കുക, ഗൂന്തന തന്നെ പിരോന കോർക്കുക എന്നുള്ള അർത്ഥം. കണ്ടിയിലെ ജാടോമേ, കണ്ടിയില എന്ന് പറഞ്ഞാൽ മുള്ളുകളുള്ളത്, തോണി. ജാട് എന്ന് പറഞ്ഞാൽ ബുഷാണ്, കുറ്റിക്കാട്, കുറ്റിച്ചെടി എന്ന് പറയാം. കണ്ടിയിലെ ജാടോമേ ചട് ചട്കർ മേരെ ലിയേ ശ്വേത് രത്നാരെ, ശ്വേത് എന്ന് പറഞ്ഞാൽ സഫേദ് രംഗാണ്, വൈറ്റ് കളർ. രത്നാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ രംഗാണ്, ചുവപ്പ് നിറം. കരൗന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടിലുണ്ടാവുന്ന മുള്ളുകളുള്ള ഒരു ചെടിയുടെ മുള്ളുണ്ടാകുന്ന ഒരു പഴമാണ്. അതിനാണ് നമ്മൾ പറയുന്നത് കരൗന്ത എന്ന് പറയുന്നത്. അതായത് മുള്ളുള്ളൊരു ചെടിയാണ്, അതിൻ്റെ മുകളിലുണ്ടാവുന്ന ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള പഴത്തെയാണ് നമ്മൾ പറയുന്നത് കരൗന്ത എന്ന് പറയുന്നത്. अक्सर जब तुमने माला गूंदने के लिए कंडीले जाड़ों में चढ़ चढ़कर मेरे लिए, പറയുന്നത് എന്താണ്? जब तुमने मुझे माला पिरोने के लिए, माला गूंदने के लिए कंडीले जाड़ों में चढ़ चढ़कर, അതിൻ്റെ മുകളിൽ, അതായത് ആ കുറ്റിച്ചെടിയുടെ മുകളിലൊക്കെ കയറിയിട്ട്, बहुत കഠിനായി സഹത്തെ ഹുയേ ബി, ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ട്, മേരെ ലിയേ, എനിക്ക് വേണ്ടിയിട്ട്, സഫേദ് और ലാൽ രംഗ് കെ കരൗന്ദേ തോട് ദിയാ താ, അപ്പം എനിക്ക് വേണ്ടിയിട്ട് വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള പഴങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പറിച്ചു തരുമായിരുന്നു, പൊട്ടിച്ച് തരുമായിരുന്നു പറയുന്നത്. അതായത് ഒരു ജംഗലി ചെടിയാണ്, ജംഗലി ജാടി, അതായത് കാട്ടുചെടിയാണ്, അതിൻ്റെ മുകളിലുണ്ടാവുന്ന പഴമാണ്. അത് മാല കോർക്കാനായിട്ട് പൊട്ടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. मेरे आंचल में डाल दिए हैं ये करौंदे, सफ़ेद और लाल रंग के करौंदे तोड़कर मेरे आंचल में डाल दिए हैं, എൻ്റെ വസ്ത്രത്തിലേക്ക്, വസ്ത്രത്തുമ്പിലേക്ക് നീട്ടിപ്പിടിച്ച വസ്ത്രത്തുമ്പിലേക്ക് നീ എനിക്ക് പൊട്ടിച്ച് തന്നിരുന്നു. तो मैंने अत्यंत सहज प्रीति से गर्दन छिड़काकर वेणी झुलाते हुए कहा है, कनु ही मेरा एकमात्र अंतरंग सखा है. अत्यंत सहज प्रीति से, സ്വാഭാവിക പ്യാർ സേ, സാധാരണ സ്നേഹത്തോടു കൂടി തന്നെ. ഗർദൻ ചെടുക്കാക്കർ, ഗർദൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നുള്ള അർത്ഥം. ഗർദൻ ചെടുക്കാക്കർ അതായത് കഴുത്ത് വെട്ടിച്ചിട്ട്. വേണി ജുലാത്തേ ഹുയേ, വേണി ജുലാന, വേണി എന്ന് പറഞ്ഞാൽ ബാലാണ്, മുടിയാണ്, ഹെയർ. വേണി ജുലാത്തേ എന്ന് പറഞ്ഞാൽ ബാൽ ഹിലാക്കർ, അതായത് മുടി ഇളക്കിയിട്ട്. കനു ഹി മേര ഏകമാത്ര അന്തരംഗ് സഖാ ഹേ, അന്തരംഗ് സഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യാര ആത്മമിത്രാണ്. അന്തരംഗ് സഖ എന്ന് പറഞ്ഞാൽ ആത്മമിത്ര. അപ്പം ഈ അവസ്ഥയിലൂടെ പറയണേ, മേരെ ലിയെ ഇത്തിനി കഠിനായി സഹ്തേ ദേക്കർ, എന്നോട്, അതായത് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കുന്ന കാണുമ്പോൾ, മേം അത്യന്ത് സഹജ് പ്രീതിസേ, വളരെ എന്താ പറയുക, സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടിയിട്ട്, ഗർവ് കെ സാത്ത്, വളരെ അഭിമാനത്തോടു കൂടിയിട്ട്, ഗർദൻ ചെടുക്കാക്കർ, ഗർദൻ ഹിലാക്കർ, കഴുത്ത് വെട്ടിച്ചല്ലേ സിർ ഹിലാക്കർ, തലയാട്ടിയിട്ട്, വേണി ജുലാത്തേ ഹുയേ, അപ്പനെ ബാൽക്കോ ഹിലാക്കർ, മുടി ഇളക്കിയിട്ട്, കഹാ ജാതാഹേ, പറയുമായിരുന്നു, കനു ഹി മേര ഏകമാത്ര ആത്മമിത്ര ഹേ, കനു കണ്ണനാണ് എൻ്റെ ഒരേയൊരു ആത്മമിത്രമെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ റോളാണ് പറയുന്നത്. ആദ്യത്തെ ഇവിടെ കണ്ണൻ്റെ പല രൂപങ്ങളാണ് ഇവിടെ പറയുന്നത് രാധയുടെ മുന്നിൽ, രാധയുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ആദ്യത്തേൽ നമ്മൾ പറയുന്നു, എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മാല ഗൂന്തനെ കേലിയെ കണ്ടിയിലെ झाड़ों में चढ़कर राधा के लिए लाल और सफ़ेद रंग के करौंदे तोड़कर उनके आंचल में डाल दिए हैं, और उस समय मेरे लिए इतनी कठिनाई सहते देखकर राधा बहुत प्यार से, बहुत गर्व से अपना सिर
हिलाते हैं और बाल हिलाते हैं और कहते हैं ये हे कनु तुम मेरा एकमात्र ആത്മമിത്ര ഹേ അന്തരംഗ് സഖാ ഹേ ഇങ്ങനെ പറയുമായിരുന്നു പറയുന്നത്. അപ്പോൾ അന്തരംഗ് സഖ അല്ലെങ്കിൽ ആത്മമിത്ര എന്നുള്ളതാണ് ആദ്യത്തിൽ വരുന്നത്. നെക്സ്റ്റ് अक्सर जब तुमने दावाग्नि में सुलगती डालियों, टूटते वृक्षों, हहराती हुई लपड़ों और घुटते हुए धुएं के बीच निर्भय असहाय बावली सी भड़कती हुई मुझे साहसपूर्वक अपने दोनों हाथों में फूल की ताली सी सहेज कर उड़ा लिया और लपटें चीर कर बाहर ले आए, तो मैंने आदर आभार और प्रगाढ़ स्नेह से भरे भरे सुर में कहा है, कान्ह मेरा रक्षक है, मेरा बंधु है, സഹോദർ ഹേ. ഇനി രണ്ടാമത്തിൽ പറയുന്നത് എന്താണ്? കബി കബി രക്ഷക കാ രൂപ് ഭി ദിഖായാ ഹൈ. കനു കാ ദൂസരാ രൂപ് രക്ഷക കാ രൂപ് ഹേ, യഹ് ഭി ദിഖായാ ഹേ. അക്സർ ജബ് തുമ്നെ ദാവാഗ്നി, ദാവാഗ്നി എന്ന് പറഞ്ഞാൽ കാട്ടുതീയാണ്. സുലഗ്ന എന്ന് പറഞ്ഞാൽ കത്ത്, ജലന എന്നുള്ള അർത്ഥം. ഡാലി എന്ന് പറഞ്ഞാൽ കൊമ്പുകൾ, വൃക്ഷമൊക്കെ ഡാലിയോ. टूटते वृक्षों പൊട്ടി വീഴ. ഹഹരാത്തി ഹുയി ലപ്പടേം, ഹഹരാന എന്ന് പറഞ്ഞാൽ ഭയാനക്, ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള. ലപ്പടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീജ്വാലകൾ. അവർ ഗുർത്തേ ഹുയെ ദുവേം, ദുവേം എന്ന് പറഞ്ഞാൽ പുകയാണ്. ഗുർത്തേ ഹുയെ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള പുക. ബാവലീസി എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തിയെപ്പോലെ. ബഡക്ന എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയ, പകൽ സി ബഡക്തി ഹും. ഇവിടെ പറയണേ ഞാൻ രക്ഷകൻ്റെ രൂപമാണ് കാണാൻ പോകുന്നത്. വന്മേ കബി കബി ദാവാഗ്നി ഹോത്തി ഹേ, കാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കാട്ടുതീ ഉണ്ടാവും. ആ സമയത്ത് വൃക്ഷം കീ ഡാലിയ ജൽത്തി ഹേ, ഈ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ കത്തും. സ്കേ ബാദ് യേ വൃക്ഷ ടൂട്ട് ജാത്തേ ഹേ, ഈ മരങ്ങൾ വീഴുന്നു, കത്തി വീഴുന്നു. और उसके भयानक ज्वाला, उसके लपटें और गुड़ते हुए धुएं के बीच, ഈ ശ്വാസം മുട്ടിക്കുന്ന പുകയുടെയും അതുപോലെ തന്നെ ഈ ഭയാനകമായിട്ടുള്ള തീജ്വാലയുടെ ആളിക്കത്തുന്ന തീയുടെ ഇടയിൽ പെടുമ്പോൾ നിരുപായ് അസഹായ, ഒരു ഉപായവുമില്ലാതെ, ഉപായക്കെ ബിന അസഹായ്, ആരും സഹായിക്കാനില്ലാതെ, ബാവലീസി ബടക്തി ഹുയി, ഞാനൊരു ഭ്രാന്തിയെപ്പോലെ അലഞ്ഞു നടക്കും. അപ്പം ആ സമയത്ത്, അതായത് കാട്ടുതീ പടർന്നു പിടിച്ചു, അവിടെ ശ്വാസം മുട്ടിക്കുന്ന പുകയും തീജ്വാലകളുടെ ഇടയിൽ കൂടി അകപ്പെട്ട് ആരും സഹായിക്കാനില്ലാതെ, കോയി ഉപായ്ക്കെ ബിന നിസ്സഹായ പാഗൽ की तरह भड़कती हूँ मैं. उस समय मुझे साहसपूर्वक अपने दोनों हाथों में फूल की थाली से सहेज कर उड़ा लिया. ഫൂൽ കി താലി തന്നെ ഞാൻ പൂപാത്രം, അതായത് പൂത്താലം എന്നൊക്കെ പറയും, താലി പ്ലേറ്റ്. സഹേജ് കർണ, സംഭാൽക്കർ, സംരക്ഷിക്കുക, സൂക്ഷിക്കുക. और ലപ്പടേൻ ചീർക്കർ, ആ ജ്വാലകളെ, ആളിക്കത്തുന്ന തീജ്വാലകളെ ഭേദിച്ചുകൊണ്ട്, ചീർണ എന്ന് പറഞ്ഞാൽ ഭേദിക്കുക. മേനെ ആദർ ആഭാർ, ആഭാർ എന്ന് പറഞ്ഞാൽ നന്ദി, കൃതജ്ഞതയോടെ, നന്ദിയോടെ. പ്രഗാഢ സ്നേഹത്തെ, പ്രഗാഢ എന്ന് പറഞ്ഞാൽ ഡീപ്പ്, ഗഹര എന്നുള്ള അർത്ഥം. ഇവിടെ പറയണ എന്താണ് പറയുന്നത്? നമുക്ക് അടുത്തിയിൽ അകപ്പെട്ട് കഴിഞ്ഞ സമയത്ത് മുझे സാഹസ് പൂർവക, സാഹസ് കെ സാത്ത്, വളരെ ധൈര്യത്തോട് കൂടിയിട്ട്, അപ്പനെ ദോനോ ഹാത്തോമേ, കണ്ണൻ്റെ രണ്ട് കൈകളിൽ എങ്ങനെയാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്? ഫൂൽ കി താലി സി സഹേജ് കർ, ഫൂൽ കി താലി കി തര സഹേജ് കർ സംഭാൽ കർ മുझे ബാഹർ ലേ ആയേ, എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെ? ലപ്പടേം ചീർക്കർ, യേ ആഗ് കി ലപ്പടം കോ ചീർക്കർ, ഈ തീജ്വാലകളെ ഭേദിച്ചുകൊണ്ട്, ഫൂൽ കി താലി കി തര മുझे ബാഹർ ലേ ആയേ, മുझे സംഭാൽ കർ, हाथों में संभाल कर उठा लिया. तो मैंने आदर आभार और प्रगाढ़ स्नेह से भरे भरे सुर में कहा है. उस समय मैंने बड़े आदर से, बड़ी कृतज्ञता से, बड़े गहरे स्नेह से मैंने कहा, कान्ह मेरा रक्षक है, मेरा बंधु है, मेरा सहोदर है.
വളരെ സ്നേഹത്തോടുകൂടി, വളരെ ആദരവോടുകൂടി, വളരെ നന്ദിയോടുകൂടി ആ സമയത്ത് ഞാൻ പറയും, എന്താണ് പറഞ്ഞത്? കാൻഹ് ഹേ കനു, തും മേരാ രക്ഷക് ഹോ, തും മേരാ ബന്ധു ഹോ, തും മേരാ സഹോദർ ഹേ. നീ എൻ്റെ രക്ഷകനാണ്, ബന്ധുവാണ്, സഹോദരനാണ്. അക്സർ ജബ് തുമ്നെ വംശി ബജാക്കർ മുझे बुलाया है और मैं मोहित मृगी सी भागती चली आई हूँ और तुमने मुझे अपनी बाहों में कस लिया है, तो मैंने डूब कर कहा है, कनु मेरा लक्ष्य, मेरा आराध्य, मेरा गंतव्य. അക്സർ ജബ് തുമ്നെ വംശി ബജാക്കർ, വംശി എന്ന് പറഞ്ഞാൽ മുരളി, ഓടക്കുഴൽ, ഫ്ലൂട്ട് എന്നുള്ള അർത്ഥം. മൃഗി സി, മൃഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻപേട, പേടമാൻ, മാൻപേട, ഹിർണി എന്നുള്ള അർത്ഥം. ബാഹോമേ കസ്ലിയ, ബാഹോമേ ബാന്ധ്ലിയ. ഗന്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇനി യഹാം തുമ്നെ कनु ने अपनी बंशी बजाकर, मुरली बजाकर मुझे बुलाया है. ഓടക്കുഴലിൽ കൂടെ എന്നെ വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് मैं मोहित होकर मृगी की तरह, हिरनी की तरह भागती चली आई हूँ. ഓടക്കുഴൽ നാദം കേട്ടാൽ ഞാനൊരു മാൻപേടയെ പോലെ, പേടമാനെ പോലെ ഓടി എത്തുമായിരുന്നു. हिरनी जिस प्रकार संगीत में आकृष्ट होती है, उसी प्रकार मैं मोहित होकर, आकर्षित होकर हिरनी की तरह भागती चली आई हूँ. ഒരു പേടമാൻ എങ്ങനെയാണ് സംഗീതത്തിൽ ആകൃഷ്ടയാവുന്നത്, അതുപോലെ ഞാനും നിൻ്റെ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ മോഹിതയായി ആകർഷിക്കപ്പെട്ട് നിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടി വരുമായിരുന്നു. और तुमने मुझे अपनी बाहों में कस लिया है, आ സമയത്ത് तुमने अपने हाथों में मुझे बांध लिया है. और मैंने डूब कर कहा है, मैंने तुम्हारे प्यार में डूब कर कहा है. നിൻ്റെ സ്നേഹത്തിൽ ഞാൻ മുഴുകിക്കൊണ്ട് ഞാൻ പറയുമായിരുന്നു, കനു മേരാ ലക്ഷ്യ ഹേ, കനു എൻ്റെ ലക്ഷ്യമാണ്, മേരാ ആരാധ്യ ഹേ, എൻ്റെ ആരാധ്യ ദേവനാണെന്ന് ഞാൻ പറയുമായിരുന്നു. पर जब तुमने दुष्टता से अक्सर सखी के सामने मुझे बुरी तरह छेड़ा है, तब मैंने खींच कर आंखों में आंसू भरकर शब्दें खा खा कर सखी से कहा है, कान मेरा कोई नहीं है, कोई नहीं है, मैं कसम खा कर कहती हूँ, मेरा कोई नहीं है. अर्थ പറയണ, जब तुमने दुष्टता के साथ अक्सर सखी के सामने मुझे बुरी तरह छेड़ा है, छेड़ना എന്ന് പറഞ്ഞാൽ തങ്ക് കർണ, ചൊടിപ്പിക്കുക, ദേഷ്യപ്പെടുത്തുക. ഖീച്ച്ന എന്ന് പറഞ്ഞാൽ ദുഃഖി ഹോന എന്നുള്ള അർത്ഥമാണ്. ഇവിടെ പറയണേ, നമ്മളിപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ആദ്യത്തെ പറഞ്ഞു, ആത്മമിത്രാണെന്ന് പറഞ്ഞു, പിന്നെ രക്ഷകനാണ്, ബന്ധുവാണ്, സഹോദരനാണെന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ നമ്മൾ പറഞ്ഞു ലക്ഷ്യമാണ്, ആരാധ്യനാണെന്ന് പറഞ്ഞു. അടുത്ത് പറയണേ, ജബ് തുമ്നെ ദുഷ്ടത കെ സാത്ത് സഖി കെ സാമനെ മുझे बुरी तरह तंग करता है, छेड़ा है, उस समय मैंने खींच कर दुखी होकर आंखों में आंसू भरकर शब्दें खा खा कर सखी से कहा है. शब्दें खा खाना എന്ന് പറഞ്ഞാൽ ആണയിടുക, പ്രതിജ്ഞ ചെയ്യുക, ശബ്ദമെടുക്കുക. സഖി സെ കഹാ ഹേ, കൂട്ടുകാരിയോട് പറയും. എന്താണ് പറയുന്നത്? കാൻ മേരാ കോയി നഹി ഹേ, കോയി നഹി ഹേ, കണ്ണൻ എൻ്റെ ആരുമല്ല എന്ന് ഞാൻ പറയുമായിരുന്നു. ഇപ്പോൾ ഇവിടെ കളിയാക്കുന്ന സമയത്ത്, അവളെ ദേഷ്യം പിടിപ്പിക്കുന്ന സമയത്ത്, അതെങ്ങനെയുള്ള സഖിമാരുടെ കൂടെ നടക്കുന്ന സമയത്ത് അവരെ മുന്നിൽ വെച്ച് കളിയാക്കുകയും അതുപോലെ തന്നെ ചൊടിപ്പിക്കുകയോ ചെയ്യുമ്പോൾ വളരെ സങ്കടത്തോടെ കണ്ണുകളിൽ കണ്ണുനീര് നിറച്ചുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് അവൾ ശബ്ദമെടുക്കുമായിരുന്നു. എന്താണ് അവൾ പറഞ്ഞിരുന്നത്? യേ കാൻ മേരാ കോയി നഹി ഹേ, ഈ കണ്ണൻ എൻ്റെ ആരുമല്ല. मैं कसम खाकर कहती हूँ, मेरा कोई नहीं है. ഞാൻ വീണ്ടും ആണയിട്ട് പറയുമായിരുന്നു. കസം ഖാന, ആണയുടെ ശബ്ദമെടുക്കുക. മേരാ യേ കാൻ ഹെ, മേരാ കോയി നഹി ഹേ, ഈ കണ്ണൻ എൻ്റെ ആരുമല്ല. पर दूसरे ही क्षण जब घनघोर बादल उमड़ आए हैं और बिजली तड़पने लगी है और घनी वर्षा होने लगी है और सारे वनपद धुंधला कर छिप गए हैं,
तो मैंने अपने अंचल में तुम्हें दुबका लिया है, तुम्हें सहारा दे देकर अपनी बाहों में घर गाँव की सीमा तक तुम्हें ले आई हूँ। और सच सच बताऊँ तुझे कनु सांवरे की उस समय मैं बिल्कुल भूल गई हूँ मैं कितनी छोटी हूँ और तुम वही कान हो जो सारे वृंदावन को जलप्रलय से बचाने की सामर्थ्य रखते हो। और मुझे केवल यही लगा है कि तुम छोटे से शिशु हो, असहाय वर्षा में भीग भीग कर मेरे आंचल में दुबके हुए। पर दूसरे ही क्षण ഇവിടെ പറയണ राधा के सामने कनु कई रूपों में आया है। कनु का भिन्न भिन्न पहलू है। ഇവിടെ कभी कनु राधा के सामने शिशु के भाव से आ रहे हैं। ഒരു കുട്ടിയുടെ ഒരു ശിശുവിൻ്റെ രൂപത്തിലാണ് ഇവിടെ വരുന്നത്। पर दूसरे ही क्षण जब घनघोर बादल, അതായത് നല്ല ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമാണ്, മേഘങ്ങൾ നിറയുന്ന സമയത്ത് ഉമടായ എന്ന് പറഞ്ഞാൽ നിറയുക, ശക്തമായിട്ടുള്ള ഇടിവെട്ട് മേഘങ്ങൾ നിറയുന്ന സമയത്ത് ബിജ്ലി തടപ്നെ ലഗി ഹേ, ഇടിവെട്ടുണ്ടാകുന്നു, ബിജ്ലി എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് ഇടിമിന്നൽ, बिजली तड़पने लगी है और घनी वर्षा होने लगी है। घनी वर्षा എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ, കനത്ത മഴ। और सारे वनपद धुंधलाकर छिप गए हैं। वनपद എന്ന് പറഞ്ഞാൽ കാട്ടുപാത, വൻമാർഗ്। ധുന്ധലാക്കർ ആ ശക്തമായ മഴ ഇടിമിന്നലൊക്കെ ആകുമ്പോൾ അവിടെ ഒരു മങ്ങിയ അവസ്ഥ, അതായത് ഇരുട്ട് മൂടുന്ന അവസ്ഥ, अस्पष्ट होना എന്നുള്ള അർത്ഥം, അതായത് വ്യക്തമായിട്ട് ആ വഴിയൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ। तो मैंने अपने आंचल में तुम्हें दुबका लिया है। दुबकाना എന്ന് പറഞ്ഞാൽ ചിബാന, ഒളിപ്പിക്കുക। और तुम्हें सहारा दे देकर अपनी बाहों में घेर गाँव की सीमा तक तुम्हें ले आई हूँ। घेरना എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിച്ചിട്ട്, സമേട്കർ എന്നുള്ള അർത്ഥം। അപ്പോൾ അതിൽ പറയണേ ദൂസരേ ഹി ക്ഷൺ, അടുത്ത നിമിഷത്തിൽ എന്താണ് പറയുക? ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എന്താണ് കണ്ണൻ ആരാന്നുള്ളത് പറഞ്ഞു വരുന്നത്, ഇവിടെ അടുത്ത നമ്മൾ പറയുന്നതാണ് घनघोर बादल उमड़ाते हैं, बिजली तड़पने लगती है, घनी वर्षा होने लगी है, ये सारे वनमार्ग वनपद धुंधलाकर छिप गए हैं, अस्पष्ट होने लगा है। അപ്പോൾ കനത്ത മഴ, ഇടി, മിന്നൽ ഇതെല്ലാം കാരണം ആ കാട്ടുപാത വളരെ ഇരുട്ട് പിടിച്ചതുപോലെ, കാണാൻ പറ്റാത്ത പോലെ ആയിത്തീരുന്നു। ഉസ് സമയ मैंने अपने अंचल में तुम्हें दुबका लिया है। उस समय मैंने तुम्हें अपने अंचल में छिपा लिया है। എൻ്റെ വസ്ത്രത്തുമ്പിലെ ഞാൻ നിന്നെ ഒളിപ്പിക്കുമായിരുന്നു। तुम्हें सहारा दे देकर, സഹാര എന്ന് പറഞ്ഞാൽ ആശ്രയം, സഹായിക്കുക। तुम्हें सहारा दे देकर अपनी बाहों में, നിന്നെ ഞാൻ സഹായിച്ചിട്ട് अपनी बाहों में എൻ്റെ സ്വന്തം കൈകളിൽ നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് गाँव की सीमा तक तुम्हें ले आई हूँ, ഗ്രാമത്തിൻ്റെ അതിർത്തി വരെ ഞാൻ നിന്നെ കൊണ്ടുവരുമായിരുന്നു। यहाँ कनु का शिशु रूप यहाँ प्रकट होता है और राधा को माम के रूप में दिखाई देती है। അവിടെ കണ്ണൻ ഒരു കുട്ടിയായിട്ടും രാധ ഒരു അമ്മയുടെ വാത്സല്യത്തിൻ്റേതായിട്ടുള്ള ആ ഒരു റോളിൽ, അത് ആ ഒരു രീതിയിൽ നല്ല ശക്തമായ ഇടിയിലും മഴയിലും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്രാമത്തിൻ്റെ അതിർത്തി വരെ അവനെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു। और सच सच बताऊँ तुझे कनु सांवरे कि उस समय मैं बिल्कुल भूल गई हूँ मैं कितनी छोटी हूँ और तुम वही कान्हा हो जो सारे वृंदावन को जलप्रलय से बचाने की सामर्थ्य रखते हो। ആ സമയത്ത് ഉസ് സമയ मैं बिल्कुल भूल गई हूँ, ആ സമയത്ത് ഞാൻ മറന്നു। എന്താണ് മറന്നത്? സച്ച് സച്ച് പറഞ്ഞു, സത്യം പറയുകയാണെങ്കിൽ എന്താണ്, ഞാനതെല്ലാം മറന്നു। मैं कितनी छोटी हूँ, ഞാൻ എത്രയോ ചെറിയൊരു കുട്ടിയാണ്। തും വഹി കാൻ ഹോ, നീ ആ കണ്ണനാണെന്നുള്ള കാര്യം എങ്ങനെയുള്ളത്? സാരേ വൃന്ദാവൻകോ ജലപ്രളയസെ ബച്ചാനേക്ക് സാമർത്ഥ്യ രക്തേ ഹോ, വൃന്ദാവനത്തെ മുഴുവൻ ജലപ്രളയം വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള കഴിവുണ്ടായിരുന്ന നിന്നെക്കുറിച്ച് ഞാൻ മറന്നുപോയി। നീ ആ കണ്ണനാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി। ആ വൃന്ദാവനത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നീ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി। ഞാൻ ചെറുതാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി। और मुझे केवल यही लगा है तुम छोटे से शिशु हो, असहाय वर्षा में भीग भीग कर मेरे आंचल में दुबके हुए।
മുझേ കേവൽ യഹി അനുഭവ ഹുവ, എനിക്ക് ആ സമയത്ത് ഇങ്ങനെയാണ് തോന്നിയത്. എന്താണ് തോന്നിയത്? തും ചോട്ടേ സേ ശിശു ഹോ, നീ ഒരു ചെറിയ കുട്ടിയാണ്. എങ്ങനെയുള്ളതാണ്? നിസ്സഹായ വർഷാമേ ബീഗ് ബീഗ് കർ, അതായത് നിസ്സഹായനായിട്ട് മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഏക്ക് ശിശു കി തര മാനത്തി ഹി, ഒരു ശിശുവിനെ പോലെയാണ് ഞാൻ നിന്നെ കണക്കാക്കുന്നത്. ഉസി പ്രകാർ മേരെ ആഞ്ചൽ മേ ചിബായേ ഹുയേ, നിന്നെ ഞാൻ എൻ്റെ വസ്ത്രത്തുമ്പിൽ ഒളിപ്പിച്ചുകൊണ്ട്. വർഷാമേ ബീഗ്നെ കെ ബാദ് വ നിസ്സഹായ ശിശു കോ അപ്നെ ആഞ്ചൽ മേ ചിബാ ലിയ. അപ്പോൾ ഒരു കുട്ടിയെ പോലെ, അത് ആ കാര്യങ്ങളെല്ലാം ഞാൻ ആരാണ് നീ ആരാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ സമയത്ത് മറന്നുപോയി. ഞാനൊരു അമ്മയുടെ റോളിൽ നീ ഒരു കുട്ടിയുടെ റോളിലാണ് അവിടെ നിന്നതെന്നാണ് പറയുന്നത്. और जब मैंने सखियों को बताया कि गांव की सीमा पर चितवन की चाह में गड़े होकर ममता से मैंने अपने वक्ष में उस चौने का ठंडा मादा दुबका कर अपने आंचल में उसके गिने धुंधराले बाल पहुँच दिए, तो मेरे उस सहज उद्गार पर सखियां क्यों कुटिलता से मुस्काने लगी, यह मैं आज तक समझ नहीं पाई. വീണ്ടും പറയണേ, എന്താണ് പറയുന്നത്? और जब मैंने सखियों को बताया कि गाँव की सीमा पर, അത് ഈ കാര്യത്തെക്കുറിച്ച്, അതായത് കണ്ണനെ മഴയത്ത് ഗ്രാമത്തിൻ്റെ അതിർത്തി വരെ കൊണ്ടുപോയി എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോയി? ഗാവ് കി സീമാ പർ മമതാബരി ദൃഷ്ടിക്ക് ഛായാമേ ഗഡേ ഹോക്കർ, ചിതവൻ കി ചാഹ്മേ എന്ന് പറഞ്ഞാൽ മമതാബരി ദൃഷ്ടിക്ക് ഛായമേ, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നല്ല തണലിലെ ഗഡേ ഹോക്കർ മമതാസെ മേനെ അപ്നെ വച്ച് മേ ഉസ് ചൗനേക്കാ ടണ്ട മാതാ ദുഃഖാക്കർ. എന്താ ചെയ്തതെന്ന് പറയുന്നത്? അപ്പനെ വച്ച് എന്ന് പറഞ്ഞാൽ ചാത്തി, നെഞ്ചോട് ചേർക്കുക. അപ്പനെ വച്ച് മേ ലഗാക്കർ, അപ്പനെ ചാത്തി മേ ലഗാക്കർ ममता के साथ ममता भरी दृष्टि की छाया में खड़े होकर बहुत प्यार से, ममता से बहुत प्यार से अपनी छाती में लगाकर നെഞ്ചോട് ചേർത്തിട്ട് उस चवने का ठंडा मादा दुबकाकर, चवന എന്ന് പറഞ്ഞാൽ കുട്ടി, उस शिशु का ठंडा मादा दुबकाकर चिबाकर, ठंडा मादा എന്ന് പറഞ്ഞാൽ തണുത്ത നെറ്റിത്തടം, മഴ കൊണ്ട് നനഞ്ഞ ആ നെറ്റിത്തടം. दुबकाकर चिबाकर अपने आंचल में उसके गने धुंधराले बाल पोंछ दिए. ഗനെ ഗുങ്കരാലെ ബാൽ, ഗുങ്കരാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുണ്ട മുടി, ബാൽമുടി. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗുങ്കരാലെ ബാൽ പോഞ്ച് ദിയെ, പോഞ്ചിനെ പറഞ്ഞാൽ തുടയ്ക്കുക, ഒപ്പിയെടുക്കുക. അപ്പോൾ മഴ കൊണ്ട് നനഞ്ഞ ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ്റെ മുടിയൊക്കെ അവളുടെ വസ്ത്രത്തുമ്പ് കൊണ്ട് മുടിയൊക്കെ തുവർത്തിയെടുത്തു, ഒപ്പിയെടുത്തു, അല്ലെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തു. तो मेरे उस सहज उद्गार पर, उस ममता का भाव के बारे में सुनकर, मेरे उस सहज उद्गार पर, आ भाव प्रकटना, ममता से भरी हुई भावों के बारे में सुनकर सखियां क्यों कुटिलता से मुस्काने लगी. സഖിമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കുടിൽ ഭാവസെ ഇൻഡയറക്റ്റ് ആയിട്ട് മുസ്കാനെ ലഗി, പുഞ്ചിരിക്കാൻ തുടങ്ങി. യഹ് മേ ആജ് തക് നഹി സമജ് പായി, എന്തിനാണ് അവർ ചിരിച്ചതെന്നുള്ളത്. ഉസ്കെ മുസ്കാനെ കെ ബാരെ മേ അബി തക് നഹി സമജ് പായി, എന്തിനാണ് അവർ ചിരിച്ചതെന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അവിടെ ചവനേക്ക ശിശുക്ക ടണ്ടമാത ചിബാക്കർ अपने आंचल से अपने कानों के बाल पोंछ दिए. ഇവിടെ तुम्हारे प्रति माता की तरह വാത്സല്യ മമത സ്വാഭാവിക രൂപത്തെ हुई थी, അതായത് നിൻ്റെ അടുത്ത് ഒരു അമ്മയെ പോലുള്ള വാത്സല്യമാണ് ഞാൻ അന്ന് കാണിച്ചിരുന്നത്, ആ സ്നേഹം സ്വാഭാവിക രൂപത്തിലാണ് ഞാൻ കാണിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മേരെ സഖിയ മേരി സഹേലിയ കുടിലതാ से मुस्काने लगी, कुटिल भाव से मुस्काने लगी, इसका कारण क्या है उसके बारे में अभी तक नहीं समझ पाई. ओके, थैंक यू.